ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ഓണമാണ്, എല്ലാവർക്കും വെരി ഹാപ്പി ഓണം. നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടുള്ള ഒരു ഓണം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ കുറേ ഡേയ്സ് ആയി ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് സിറ്റിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ട്രിവാൻഡ്രം സിറ്റിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ഡെയിലി 1 hour ട്രാവൽ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിലേക്ക് ഒന്ന് സെറ്റായിട്ട് വരാൻ എടുക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ വെച്ചിട്ട് വീഡിയോസ് ഒന്നും എടുക്കാത്തത്. അതാണ് ഈ ഒരു ടൈം വരുന്നത്. പിന്നെ പഠിക്കുന്നതൊക്കെ നഴ്സിംഗിന്റെ അത്രയും ഇല്ലെങ്കിലും ഞാൻ വിചാരിച്ചതിനേക്കാളും കഷ്ടപ്പാടാണ് കേട്ടോ ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാടായിട്ടാണ് ഇത്തിരി കുറച്ച് ഡേയ്സ് ഞാൻ ഈ ഗ്യാപ്പ് വന്നത്. എന്നാലും ഞാൻ ഇനി അങ്ങോട്ട് ഡെയിലി വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പം ഞാൻ ഒരുപാട് പേർക്ക് മെസ്സേജസ് ഒന്നും റിപ്ലൈ തരാണ്ട് ഇട്ടിരിക്കുവാണ്. ഞാൻ അതിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കുകളിലൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ റിപ്ലൈ തരാത്തത്. പതുക്കെ ആണെങ്കിലും ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാം മെസ്സേജസിനൊക്കെ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എൻറ്റയർലി അബൌട്ട് നഴ്സിംഗ് സ്റ്റഡീസിനെ പറ്റിയിട്ടല്ല. നിങ്ങളുടെ ഇനിയുള്ള കോളേജ് ലൈഫ് അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജ് ലൈഫിൽ ചെയ്താൽ നന്നായിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ പിന്നീട് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ നഴ്സിംഗ് കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ അന്നേ ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ എന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. 5 കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ, വളരെ കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ ഒരുപാട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? കോളേജ് ലൈഫിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇനി ഡെയിലി അന്നന്ന് പഠിപ്പിച്ചത് അന്നന്ന് തന്നെ പഠിക്കുക, അന്നന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, പ്ലാൻ ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? വച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ സ്റ്റിൽ ഇൻ സ്റ്റുഡൻറ് ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വരും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സെലിബ്രേഷൻസ് വരും, ചിലപ്പോൾ ഡാൻസ് പ്രാക്ടീസ് വരും, ചിലപ്പോൾ പാട്ട് പ്രാക്ടീസ് വരും, ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഔട്ടിങ്ങിന് കറങ്ങാനൊക്കെ പോവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വരും. അതിനിടയ്ക്ക് നിങ്ങൾ ഈ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ കോളേജ് ലൈഫ് പോകണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടിപ്പ് അത് തന്നെയാണ്. ഞാൻ ഒട്ടും തന്നെ നെഗറ്റിവിറ്റി ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടിപ്പ് അത് തന്നെയാണ്. ഡു നോട്ട് ഗെറ്റ് ഡിസപ്പോയിന്റഡ് ഇഫ് യുവർ കോളേജ് ഡേയ്സ് ഡസൻറ്റ് ഗോ ആസ് യു പ്ലാൻ. നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല നിങ്ങളെ ദിവസം പോകുന്നത്. നിങ്ങൾ ടൈം ടേബിൾ പ്ലാൻ ചെയ്ത പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ കരുതിയിട്ട് ഡിസപ്പോയിന്റഡ് ഒന്നും ആവണ്ട. ഫൈനലി നമുക്ക് എല്ലാം കൊണ്ടുവന്ന് എന്തായാലും സോർട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് നിർത്താനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൽ കയറിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല, ഭയങ്കര പാടാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്, എഴുതണേൻ്റെ ഇടയിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഈ ഡ്യൂട്ടിക്ക് പോവുക അല്ലെങ്കിൽ പോസ്റ്റിങ്ങിന് പോകുമ്പോഴത്തേക്കും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, കെയർ പ്ലാൻ ഒന്നും വിചാരിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കെയർ പ്ലാൻ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യം തലയ്ക്കകത്ത് വെച്ചിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് അങ്ങനെയൊന്നും ഫീൽ ചെയ്യേണ്ട. ഇത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. എനിക്കും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തുടങ്ങിയപ്പോൾ പോലും എനിക്ക് നേരെ ചൊവ്വേ കെയർ പ്ലാൻ എഴുതാനായിട്ട് അറിയത്തില്ലായിരുന്നു. സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാനിങ്ങനെ നോക്കിയും പറഞ്ഞും സീനിയേഴ്സിൻ്റെ ബുക്സ് ഒക്കെ നോക്കിയിട്ട് തന്നെയായിരുന്നു കെയർ പ്ലാൻ എഴുതിയത്. അതിനുശേഷമാണ് കെയർ പ്ലാനിൽ നല്ല ഒരു എക്സ്പേർട്ടൊക്കെ ആയി വരുന്നത്. സോ നമ്മുടെ സ്റ്റുഡൻറ് ഫേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു ട്രാൻസിഷൻ കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഇത്രയും നാൾ പഠിച്ചതുപോലെ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നിങ്ങൾ ആകുന്നില്ല, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത പോലെ നിങ്ങളുടെ ഒരു ഡെയിലി റൂട്ടീൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് കരുതിയിട്ട് ആദ്യമേ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആകണ്ട. പയ്യെ അത് വർക്ക് ആയിക്കോളും കേട്ടോ. അപ്പൊ അതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ എക്സ്പോസ്ഡ് ആവാൻ പോകുന്നത് നിങ്ങൾ ഒരു പരിചയവുമില്ലാത്ത ഒരു സ്ഥലത്തേക്കായിരിക്കും. ഒരു പുതിയ കോളേജ്, പുതിയ ആളുകൾ, 100 കണക്കിന് പുതിയ ആളുകൾ, 100 അല്ല 1000 കണക്കിന് പുതിയ കുട്ടികൾ, പുതിയ ടീച്ചേഴ്സ്, പുതിയ ഫാക്കൽറ്റീസ് മെമ്പേഴ്സ്, പിന്നെ അതേപോലെ തന്നെ പുതിയ ഡ്രൈവർ അങ്കിൾ ആയിക്കോട്ടെ, അല്ല സെക്യൂരിറ്റി അങ്കിൾ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാം പുതിയവർ. ഓക്കെ, എല്ലാം പുതിയ ഒരു എൻവയോൺമെന്റിലേക്കാണ് നിങ്ങൾ കയറാൻ പോകുന്നത്. അവിടെ ചിലപ്പോൾ ആർക്കും തന്നെ നിങ്ങളെ അറിയില്ലായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പ്രീവിയസ് ആയിട്ട് നിങ്ങളുടെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നേരത്തെ അറിയാന്നുള്ള ഏതെങ്കിലും ഒരു റിലേറ്റീവോ ഏതെങ്കിലും ഒരു കസിനോ ഒക്കെ ചിലപ്പോൾ മുന്നേ ആ കോളേജ് കാണുമായിരിക്കും. അല്ലാതെ നിങ്ങൾ മെജോറിറ്റിയും നിങ്ങളെ ഒട്ടും
മെജോറിറ്റിയും നിങ്ങളെ ഒട്ടും തന്നെ അറിയാത്ത ഒരു പുതിയ ഒരു ക്യാമ്പസിലേക്ക്, ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ എക്സ്പോസ്ഡ് ആവുന്നത്. സോ ഷോ യുവർ ബെസ്റ്റ് ബിഹേവിയർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് അവിടെ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാനില്ല. നിങ്ങളുടെ പ്രീവിയസ് സ്കൂൾ എക്സ്പീരിയൻസ്, ഞാൻ സത്യം പറഞ്ഞാൽ സ്കൂളിൽ ഇത്രയ്ക്ക് എന്താ പറയുക, സ്കൂളിൽ ഞാൻ ഭയങ്കര കുസൃതിയായിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ സ്കൂളിൽ തന്നെ ടീച്ചറായിരുന്നു. അമ്മയ്ക്ക് എന്നും എൻ്റെ കംപ്ലൈൻറ്റ് കേൾക്കാനേ അവസരം ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് ഞാൻ സ്കൂളിൽ ഭയങ്കര ബഹളം വെച്ച് നടക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരിയെങ്കിലും എൻ്റെ ക്യാരക്ടർ ഇമ്പ്രൂവ് ചെയ്തത്, എൻ്റെ ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്തത്, അതേപോലെ തന്നെ എൻ്റെ മാക്സിമം നല്ലതായിട്ട് ഞാൻ കാണിക്കാൻ ശ്രമിച്ചത് എൻ്റെ കോളേജ് വന്നതിന് ശേഷമാണ്. അപ്പം ഇപ്പം നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ മെച്യൂർഡായി എങ്ങനെ നിങ്ങളുടെ ബെസ്റ്റ് ബിഹേവിയർ മുമ്പിലേക്ക് കാണിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് ഒരുവിധം ബോധമൊക്കെ വന്നിട്ടുള്ള ടൈമാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ ആളുകളുടെ മുമ്പിൽ ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാനില്ല. പഴയ കാര്യങ്ങളൊന്നും വെച്ചിട്ട് ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഷോ യുവർ ബെസ്റ്റ് ബിഹേവിയർ ആൻഡ് പെർഫോം യുവർ മാക്സിമം. അത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായിക്കോട്ടെ, അത് നിങ്ങളുടെ സ്റ്റഡീസിലായിക്കോട്ടെ. പ്രീവിയസ്ലി ചിലപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് പഠിക്കാത്ത കുട്ടികളായിരിക്കും, മാക്സിമം ഹാർഡ് വർക്ക്, അപ്പം ഈ കൊച്ചു അത്രയ്ക്ക് പഠിക്കില്ല എന്നുള്ള ഒരു കമൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ മാക്സിമം സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്ത് ബെസ്റ്റായിട്ട് പഠിക്കാനായിട്ട് ഇപ്പോൾ കോളേജ് ലൈഫിൽ ചെല്ലുമ്പോൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ കോളേജ് ലൈഫിൽ. ഷോ യുവർ ബെസ്റ്റ് പെർഫോമൻസ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ വളരെ ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും അത് ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിലേ ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലെന്ന് വളരെയധികം ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ജേർണലിംഗ് ചെയ്യാൻ അറിയാവോ? നിങ്ങൾക്കറിയാവോ? എല്ലാവർക്കും ചിലപ്പോൾ അത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടു കാണും, നല്ല കളർഫുള്ളായിട്ട് വരച്ച് ആർട്ട് ജേർണൽ, ഡയറി എഴുതും പോലെ പടമൊക്കെ വരച്ച് പിക്ചേഴ്സൊക്കെ ഒട്ടിച്ച്. അങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഈ ഡയറി എഴുതുക എന്ന് പറയുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യം ഡെയിലി ഉള്ളത് എഴുതുക, അതല്ല ജേർണലിംഗ് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇന്ന ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോയി. നഴ്സിംഗ് ലൈഫാണ്, എന്തുമാത്രം ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെന്നറിയോ? ആദ്യമായിട്ടൊരു പേഷ്യൻറ്റിനെ കാണാൻ പോകുന്ന ദിവസം, ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ ഒരു വർക്കിംഗ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ദിവസം, ആദ്യമായിട്ട് ഇഞ്ചക്ഷൻ വയ്ക്കുന്ന ദിവസം, ആദ്യമായിട്ട് കാനുല ഇടുന്ന ദിവസം, ആദ്യമായിട്ട് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു പാർട്ടാവാൻ പോകുന്ന ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കോളേജിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഇന്ന ഫ്രണ്ട്സിനെയൊക്കെ കണ്ട ഡേ, ഫ്രഷേഴ്സ് ഡേ നടന്ന ദിവസം, ഓണം സെലിബ്രേഷൻ നടന്ന ദിവസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈവൻ ടീച്ചേഴ്സിൻ്റെ മം ടു ബി നടത്തിയ ദിവസം, ടീച്ചേഴ്സിൻ്റെ ബ്രൈഡ് ടു ബി നടത്തിയ ദിവസം, ഫ്രണ്ട്സിൻ്റെ ബ്രൈഡ് ടു ബി നടത്തിയ ദിവസം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാനായിട്ട് പോവാണ്. സോ ഒരു ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ജസ്റ്റ് ഡേറ്റ് എഴുതിയിട്ട് ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഇന്ന് ആദ്യമായിട്ട് ഞാനൊരു പുതിയ പേഷ്യൻറ്റിനെ കണ്ടു, ആ പേഷ്യൻറ്റിന് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ഓക്കെ, സോ സ്റ്റാർട്ട് ജേർണലിംഗ്. ഒരു ജേർണലിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയറി എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സത്യമായിട്ടും നിങ്ങൾ 4 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും നിങ്ങളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഇനി അടുത്തതായിട്ട് 4ാമത്തെ കാര്യത്തിലേക്ക് പോവാം. ഫ്രണ്ട്സ്. കോളേജിലേക്ക് ചെല്ലുമ്പോൾ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, അല്ലേ? പുതിയ ആളുകളെ കാണും. ഓക്കെ, പുതിയ ആളുകളാണ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പുതിയ കുട്ടികളാണ്. ഓക്കെ, നിങ്ങളുടെ പരിചയമായിട്ട് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെയുള്ള ഉണ്ടായിരുന്ന ആളല്ല. നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സിനെയാണ് കിട്ടാൻ പോകുന്നത്, പുതിയ ആളുകളെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്, പുതിയ ടീച്ചേഴ്സിനെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ നമ്മളുടെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസസും നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസും നമ്മുടെ സീക്രട്സും ഒക്കെ ഷെയർ ചെയ്താൽ മതി. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. ഓക്കെ, എന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ആളുകളെയാണ് കാണാൻ പോകുന്നത്. പല കുട്ടികൾക്കും പല ബിഹേവിയറാണ്. എനിക്ക് വേറെ ചിലപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതല്ല എൻ്റെ ബിഹേവിയർ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഈവൻ എൻ്റെ സൗണ്ട് പോലും ഇതല്ല എന്നാണ് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്.
ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ ജർമ്മൻ പഠിക്കാനായിട്ട് പോയപ്പോൾ ആ ഫ്രണ്ട്സുമായിട്ട് ഭയങ്കര കമ്പനിയായി. അപ്പോൾ അവർ പയ്യാണ്, എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊന്നും അവർക്ക് അറിയത്തേ ഇല്ലായിരുന്നു. അവർ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എടീ നിനക്ക് യൂട്യൂബ് ചാനലുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയത്. അവർ എടുത്തു നോക്കിയിട്ട് പറയുക, എടി നീ സത്യത്തിൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, നീ എന്ത്, ഞാനിങ്ങനെ ട്രിവാൻഡ്രം സ്ലാങ്ങിലൊക്കെ മാറ്റിയൊക്കെയാണ് അവരോട് സംസാരിക്കുന്നത്, ബളബളയാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്, പക്ഷെ നീ യൂട്യൂബിൽ സംസാരിക്കുമ്പോൾ എന്ത് അടിപൊളിയായിട്ട് സംസാരിക്കുക, ഭയങ്കര ഡിഫറൻസ് എന്നാ പറയുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ചിലപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഞാനല്ല ശരിക്കുമുള്ള ഞാൻ ഭയങ്കര ബഹളം വെച്ച് ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ആ ഒരു ഫേസ് കാണുന്നവരായിരിക്കില്ല, കുറച്ച് ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയും നിങ്ങളുടെ സീക്രട്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു പേഴ്സണാലിറ്റി ആണോ, അതോ ഈ ചിലപ്പം സീക്രട്സ് കീപ്പ് ചെയ്യുക എന്ന് കരുതിയിട്ട് നല്ലതാവണം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ അവർ സീക്രട്സ് കീപ്പ് ചെയ്യും, ചിലപ്പോൾ അവർ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളായിരിക്കും, അറിയാതെയൊക്കെ അങ്ങ് വെളിയിൽ പറഞ്ഞു പോകും, അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പയ്യെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 1 month 2 months ഒക്കെ എടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി അവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു ടോട്ടലായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സീക്രട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. ഓക്കെ, പയ്യെ മതി. അത് എൻ്റെ ഒരു പേഴ്സണൽ ടിപ്പാണെന്ന് വേണമെങ്കിൽ വെച്ചോ. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യൂ. ബട്ട് എന്നാലും ഇത് ട്രൈ ചെയ്യുക. കാരണം എന്തെന്ന് വെച്ചാൽ പിന്നീട് ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആദ്യമേ പറയണ്ടായിരുന്നു എന്ന് തോന്നിയില്ലെങ്കിലോ. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ കോളേജ് ലൈഫിൽ സ്റ്റാർട്ടിങ് ചിലപ്പോൾ നിങ്ങൾ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ കൂടെയൊക്കെ നിങ്ങളൊരു കമ്പനി ആയിട്ട് പോകും. ഈ ഒരു ഗ്യാങ് തന്നെ 4 years കഴിയുമ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ വേണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പോഴെൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് സർക്കിൾ ആയിട്ടുള്ള ഗ്യാങ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ല. ചിലപ്പോൾ ഒരു 3rd year ഒക്കെ ആവുമ്പോഴായിരിക്കും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പി ബെസ്റ്റ് ഫ്രണ്ടിനെയൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കോളേജിൽ കയറുന്ന ഒരു 1st month അല്ലെങ്കിൽ ഒരു 2nd month തന്നെ എല്ലാം എക്സ്പ്രസ് ചെയ്ത് ഒരു ഓപ്പൺ ബുക്കായി മാറാൻ ശ്രമിക്കാതെ കുറച്ചൊക്കെ നിങ്ങളുടെ സീക്രട്സ് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾ കംഫർട്ടബിൾ ആകുന്ന ഒരു സർക്കിളിനോട് മാത്രം പറയുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ കാണാൻ പോകുന്നത് പുതിയ ആളുകളെയാണ്, നിങ്ങൾക്ക് അറിയേയില്ല ഇവരെങ്ങനെയാണ് എന്താണ്. ഇപ്പം നിങ്ങളെ തന്നെ ബാക്കിയുള്ളവർക്ക് അറിയില്ലായിരിക്കും. സോ നിങ്ങളും അക്സെപ്റ്റ് ചെയ്യുക. അയാൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങൾ ട്രസ്റ്റ് വർത്തി ആണെന്ന് അവരെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങളൊരു നല്ല ഫ്രണ്ടായി മാറുക. പയ്യെ ആ ആളും നിങ്ങളോട് എല്ലാം ഓപ്പൺ അപ്പ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5th ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെവർ മിസ് യുവർ ഹാപ്പി കോളേജ് ഡേയ്സ്. ഹാപ്പി കോളേജ് ഡേയ്സ് മിസ് ചെയ്യരുത്. അതിന് വേണ്ടി തന്നെ സ്റ്റാർട്ട് സേവിങ്സ്. ഓക്കെ, സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ടൈമാണ്. സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ എമൗണ്ട് കയ്യിൽ കിട്ടുന്ന ഒരു 10 രൂപ 20 രൂപ 50 രൂപ 100 രൂപ ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. ടൂറിന് പോകുമ്പോഴത്തേക്കും എടുക്കാനായിട്ട് ഇത്ര രൂപ, ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോകുമ്പോൾ എടുക്കാനായിട്ട് ഇത്ര രൂപ, അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് നിങ്ങൾ തന്നെ ഡിവൈഡ് ചെയ്ത് സേവ് ചെയ്യുക. ഒരുപാട് അങ്ങനെ കളയാതെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹാപ്പി ഡേയ്സ് നിങ്ങൾക്ക് മിസ്സാവാനുള്ള ഒരു ചാൻസ് ആണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് എമൗണ്ട് ഇല്ല, ഞാൻ ടൂറിന് വരുന്നില്ല, അങ്ങനെയൊക്കെ പറയില്ലേ. അങ്ങനെയൊക്കെ പറയുന്ന ചാൻസസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. സ്റ്റാർട്ട് യുവർ സേവിങ്സ്. ഈ ഒരു സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് ലൈഫിലായാലും നമുക്ക് ഭയങ്കര ഗുണമാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് ഓണമാണല്ലോ, ഓണത്തിൻ്റെ ഒരു ടൈമാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നേ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് എമൗണ്ട് എടുത്ത് കളക്ട് ചെയ്ത് വെക്കുക. ഇത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോകാൻ, ഇത് ടൂറിന് പോകുമ്പോൾ കൈ വയ്ക്കാനുള്ള പൈസ, ഇതെനിക്ക് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമല്ലോ, കോളേജൊക്കെ ആയില്ലേ, ചിലപ്പോൾ മേക്കപ്പ് വാങ്ങിക്കാനായിരിക്കും, ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാനായിരിക്കും, എന്തൊക്കെ കാണും. ബോയ്സ് ആണെങ്കിലും കാണത്തില്ലേ, പെട്രോൾ അടിക്കണം, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം, ഓണത്തിന് നിങ്ങൾക്ക് പുതിയ ഷർട്ട് എടുക്കണം, ക്രിസ്മസ് ആകുമ്പോൾ പുതിയ ഡ്രസ്സ് എടുക്കണം, തൊപ്പി വാങ്ങിക്കണം, അങ്ങനെ ഒരുപാട്
കാര്യങ്ങൾ കാണും. കുഞ്ഞു 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 ചില്ലറ പിരിവുകൾക്കൊക്കെ വീട്ടിൽ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ സേവിങ്സിലൂടെ നിങ്ങൾക്ക് വയ്ക്കാം. അവരുടെ പൈസ തന്നെയാണ്, എന്നാലും നിങ്ങൾക്ക് സേവിങ്സിലൂടെയൊക്കെ കുറച്ച് വെക്കാനായിട്ട് പറ്റും. സോ സ്റ്റാർട്ട് യുവർ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നെവർ മിസ് യുവർ ഹാപ്പി കോളേജ് ഡേയ്സ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക. അങ്ങനെ ഒരു അടിപൊളി കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് നിങ്ങളെ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹാപ്പി ഓണം വൺസ് അഗെയിൻ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞത് യൂസ്ഫുൾ ആയോ, നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയോ എങ്കിലൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ വേണമെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഞാനിപ്പോൾ കെയർ പ്ലാനിന്റെയും പഠിത്തത്തിന്റെയും ഒക്കെ വീഡിയോസ് ഇടാത്ത എന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെയർ പ്ലാനൊക്കെ നിങ്ങൾ പയ്യെ പയ്യെ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇട്ട് തരാം. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഹോസ്റ്റലിലാണ്. അതുകൊണ്ട് തന്നെ ഈ പഠിപ്പിക്കുന്നതൊക്കെ ആ ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞില്ലേ പുതിയ കുട്ടികളാണ്, പുതിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്റ്റാർട്ടിങ് ഇതുണ്ട്. അവരുമായിട്ട് ഇപ്പോൾ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. റിപ്ലൈസ് ലേറ്റ് ആയാലും ഞാൻ റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാച്ചാ.